പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയായ അലിമുക്കിലെ കൊടും വളവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനം കഴുതയല്ല എന്ന ഈ പരിപാടിയിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. വാർത്തയ്ക്ക് പിന്നാലെ പൊതുജനരോഷം അണപൊട്ടി. ഒടുവിൽ അധികൃതർക്ക് കണ്ണു തുറക്കേണ്ടി വന്നു. ഇന്ന് ഇവിടെ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ്. 24 ഇംപാക്റ്റ്. അലിമുക്കിലെ അപകട തുടർച്ച ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾ കഴിയും മുമ്പ് തന്നെ വീണ്ടും ഇവിടം അപകടത്തിന് വേദിയായി. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒന്നിനു പിറകെ ഒന്നായി അപകടങ്ങൾ. 10 പിന്നിട്ടൊടുവിൽ 11ലേക്ക് എത്തി. സ്ഥലം MLA കൂടിയായ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും നടപടികൾ എങ്ങുമെത്താതായതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമാണ്. സമരക്കാർ പോലീസ് വാഹനം തടഞ്ഞിട്ടു. KPCC അംഗം CR നജീബ് ആയിരുന്നു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പാത അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഇപ്പോൾ 12ാമത്തെ തവണയാണ് ഇവിടെ നിന്ന് കടന്നു വരുന്ന വാഹനങ്ങൾ നേരെ വന്ന് ഈ കടകളിലേക്ക് കയറുന്നത്. രണ്ട് വശങ്ങളിലായി സ്പീഡ് ബ്രേക്കർ വെച്ചുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനോ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അലിമുക്കിലെ അപകടത്തിന് അറുതി വരുത്താൻ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങൾ ഒന്നിച്ച് സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചതോടെ ഇതാ അടിയന്തര പരിഹാരം ഉണ്ടായിരിക്കും. 24 വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധം കനത്തു. ഇതോടെ ഒരു ദിവസം കൊണ്ട് പരിഹാരമൊരുക്കി KSTP. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇവിടെ. എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നാണ് ചിലരുടെ ആക്ഷേപം. ഈ ബ്രേക്കറിന്റെ നിർമ്മാണം പോലും ഞങ്ങൾക്ക് തൃപ്തികരമല്ല. കാരണം ഈ ബ്രേക്കർ സ്ഥാപിക്കുന്നത് മൂലം അപകടം കുറയുന്നില്ല, അപകടം കൂടത്തതേ ഉള്ളൂ. കാരണം ഈ ബ്രേക്കർ സ്ഥാപിച്ചതിന് 50 മീറ്റർ മാറി ചെറിയ 2 ലെയറെങ്കിലും ഉള്ള ഒരു ചെറിയ ബ്രേക്കർ കൂടെ സ്ഥാപിച്ചാൽ മാത്രമേ വാഹനത്തിന് നിയന്ത്രണം കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ. സ്പീഡ് ബ്രേക്കറുകൾക്ക് പുറമെ സിഗ്നൽ ലൈറ്റുകൾ കൂടി സ്ഥാപിക്കണം. സംരക്ഷണ വേലികൾ കൂടുതൽ ഉറപ്പുള്ളതാകണം. അങ്ങനെ അപകടവളവെന്ന ചീത്തപ്പേര് അലിമുക്കിന് പൂർണ്ണമായും ഇല്ലാതാകണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ. വൈകിയാണെങ്കിലും നല്ല ബുദ്ധി ഉദിച്ച ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞതിൽ സന്തോഷം. സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.